ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ബുക്ക് ഓഫ് ലോഡിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതിന് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഈ മല്ലപ്പള്ളിയിൽ അന്യഭാഷ നിങ്ങളെല്ലാം വിശ്വസിക്കരുത്. ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് അന്യാഗിനിയുണ്ട്. കഴിഞ്ഞ 3-4 വർഷം മുമ്പ് മല്ലപ്പള്ളി ഒരു പാസ്റ്ററോട് പറഞ്ഞാണ്. അപ്പം ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അവിടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീയുടെ തലയിൽ പോയി പാസ്റ്റർ കൈ വെച്ചു. 3 വർഷം അന്യഭാഷ പറഞ്ഞു ബോധം കഴിഞ്ഞ് പാസ്റ്റർ ചോദിച്ചു, നീ ആരാ? നീ എങ്ങനെ, നീ എന്താ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്? അവിടെ ഈ സഭ മുടിഞ്ഞു പോണേ, പാസ്റ്റർ തിരിച്ചു പോണേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അന്യഭാഷ. യേശുവിന് നമുക്ക് പോകാൻ പറഞ്ഞ പറയാം. ഇവിടെ എന്നെ 1 വർഷം ഇരുത്താൻ 25 പുതിയ ആത്മാക്കളെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. പാസ്റ്റർ ചേസ് ജോസഫാണ് പറയുന്നത്. അന്യഭാഷയ്ക്ക് ഒറിജിനലുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. നമ്മൾ ബെന്തിക്കോസിനെ കുറിച്ച് പ്രധാനമായും പഠിച്ചു വരുമ്പോൾ ഈ ബെന്തിക്കോസുകളുടെ അന്യഭാഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം ഒരേ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മനുഷ്യൻ കേട്ടിട്ടുള്ള ഒരേ ശബ്ദം, ഒരേ രീതിയിലുള്ള അന്യഭാഷകൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മുടെ വെല്ലി ബീച്ചിലുള്ള തോമസ് ഊട്ടി പാസ്റ്ററും അതുപോലെ തന്നെ പാസ്റ്റർ ഫിന്നി സ്റ്റീഫനും സംസാരിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയുന്നത് ദഗദഗ എന്ന് പറയുന്ന ഒരു അന്യഭാഷയുണ്ട്. അത് പൊതിച്ചോറെന്നാണ്. അദ്ദേഹത്തിന് അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല, അല്ലെ? വിവേചിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലാത്തതുകൊണ്ട് വേറെ ആരാണ്ട് വിവേചിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വിവേചിക്കാൻ കഴിയാതെ എങ്ങനെയാണ് ഈ അന്യഭാഷ അദ്ദേഹം പറഞ്ഞത് ദൈവത്തിൽ നിന്നാണെന്ന് ആർക്കറിയാൻ കഴിയും, അല്ലെ? ആർക്ക് പറയാനായിട്ട് സാധിക്കും? പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കള്ളൻ പിടിച്ചപ്പോൾ അദ്ദേഹവും ഈ ബന്ദിക്കോസുകാർ പറയുന്ന അതേ അന്യഭാഷ തന്നെ പുറത്തുവിട്ടു. അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം സ്വീകരിച്ച പാസ്റ്റർമാർ പോലും ഇതിനകത്തുണ്ട്. കാരണം ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി അവർ ചെയ്ത പരിപാടിയാണ്. അതുപോലെ തന്നെ പാസ്റ്റർ ചേസ് ജോസഫ് പറഞ്ഞു, മല്ലപ്പള്ളിയിലുള്ളൊരു പാസ്റ്റർ ഇങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞുവെന്ന്. എന്താണ് അദ്ദേഹത്തോട് പറഞ്ഞത്? ഈ അന്യഭാഷ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പൊ ഒറിജിനൽ ഇതുവരെ വന്നിട്ടില്ല. ഒറിജിനലായ അന്യഭാഷ ഇതുവരെ ആരും പറയുന്നതായിട്ട് ഒരു ബന്ദിക്കോസിലും കേട്ടില്ല. എല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഭാഷ തന്നെയാണ്. കുറെ കാലം ആ ബന്ദിക്കോസിൽ പോയി കഴിയുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പറയുന്നത് കേട്ട് അവിടുത്തെ വിശ്വാസികളും അത് തന്നെ ഏറ്റു ചൊല്ലാൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ തന്നെ പറയും, നിനക്ക് ആത്മീയ അഭിഷേകമുണ്ട്, അതുകൊണ്ടാണ് നീ ഇത് സംസാരിക്കുന്നതെന്ന് പറയും. അങ്ങനെ കുറെ പേരെ ഉയർത്തിക്കൊണ്ട് വരും. അങ്ങനെയാണ് ഇവര് പിന്നീട് ബൈബിളും ഒക്കെ കൊടുത്ത് സുവിശേഷ വേലയ്ക്കാണെന്ന് പറഞ്ഞു വിടും ഇത് പറയുന്നത് കൊണ്ട്. എന്നിട്ട് അഭിഷേക്തൻ എന്ന പേര് കൂടി ഇവർക്ക് പിന്നീട് ലഭിക്കുകയാണ്. അങ്ങനെയാണോ ശരിക്കും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ദൈവവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഭാഷാവരങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഭാഷാവരത്തിൽ നമ്മൾ കാണിക്കുമ്പോൾ അതിനകത്ത് കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കുവാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്, അല്ലേ? പത്രോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പത്രോസ് യോഹന്നാനും മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നത്തെ ഏതെങ്കിലും ഈ അന്യഭാഷ പറയുന്ന ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞതായി യാതൊരു തെളിവുകളുമില്ല. എന്നിട്ടാണ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റിനെയും തേടുന്നത്. അങ്ങനെ ആരെങ്കിലും എഴുന്നേൽപ്പിക്കുന്നെങ്കിൽ നമുക്ക് ഈ അന്യഭാഷ സത്യമാണെന്ന് പറയുവാൻ കഴിയും. കാലങ്ങളെയും സമയങ്ങളെയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യാഖ്യാനിക്കാൻ കഴിയും. ഇന്ന് മഴ പെയ്യുമോ, അതോ നാളെ മഴ പെയ്യത്തില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഏലിയാവിനെയും എലീശയൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ ഏലിയാവിനെ കാണുമ്പോൾ ഏലിയാവ് അങ്ങനെയാണ് പറയുന്നത്, ഇത്ര നാൾ മഴ പെയ്യാതിരിക്കാനായിട്ട് ദൈവം അവനോട് പ്രവചിക്കുവാനായിട്ട് പറഞ്ഞു. അത് അവൻ ഭംഗിയായി അത് നിവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ എലീശയുടെ കാലത്ത് ഒരു രാജാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ
ധാന്യം ഈ സമയത്ത് വരുമെന്ന് പറഞ്ഞു, പക്ഷെ നീ അതിനകത്ത് കാണത്തില്ലെന്ന് പറഞ്ഞപ്പോൾ രാജാവ് മരിച്ചു പോകുന്ന അവസ്ഥയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ അവരുടെ എല്ലാം പ്രവചനങ്ങൾ സത്യമായിരുന്നു. കാരണം ഇന്നത്തെ ഏതെങ്കിലും ഒരു പ്രവാചകൻ പ്രവചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷവും മൂക്കിപ്പനിയും ഒക്കെ മാറുന്നതിനെ കുറിച്ചൊക്കെയാണ് അവർ പ്രവചിക്കുന്നത്. പക്ഷെ പൗലോസിന് പോലും തന്റെ മരണ ദിവസത്തെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. കാരണം ദൈവം അവന് വെളിപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ അന്ത്യനാൾ അടുത്തിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന രംഗങ്ങളും ദൈവവചനത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വരെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെടുന്ന വലിയ ശുശ്രൂഷകൾ ചെയ്ത അപ്പോസ്തലനായ പൗലോസിന് പോലും വരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമായ സത്യങ്ങളിൽ ഒന്നാണ്. കാരണം പൗലോസ് രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർ സൗഖ്യമാകുന്നതും ഒക്കെയും ദൈവവചനത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ വെച്ച രോഗികൾ പലതും 2 ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി. കാരണം പൗലോസ് പ്രാർത്ഥിച്ചു കൊടുത്ത സൗഖ്യങ്ങളൊക്കെ നിലനിന്നിരുന്ന സൗഖ്യങ്ങളാണ്, പെട്ടെന്ന് മരിക്കുന്ന സൗഖ്യങ്ങളല്ല. മരിച്ചവരെ അവർ ഉയർപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് ചെയ്യുന്നവരൊക്കെയും എന്താണ്, വെറും ഒരു ബിസിനസ് മാത്രമായി കണ്ടുകൊണ്ട് ഇത് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ബൈബിളിനെ ഒരു ബിസിനസ് പരമ്പരയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. അല്ലെ, ബൈബിൾ എങ്ങനെയെങ്കിലും, ദൈവവചനത്തെ എങ്ങനെയെങ്കിലും ബിസിനസ് ആക്കി മാറ്റുക. അല്ലെ, പത്രോസും യോഹന്നാനും ആ ഒരു മുടന്തനായ മനുഷ്യനോട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണ്? അപ്പൊ ഒറിജിനലും ഇവിടെ ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അല്ലെ, ഒറിജിനലും വന്നിട്ടില്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പാസ്റ്റർ പിന്നിസ്റ്റേപ്പം പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും വ്യാഖ്യാനിച്ചു കൊടുക്കണം, വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഈ പറയുന്ന ദഗദഗ എന്ന് പറയുന്ന അന്യഭാഷ പോലും മറ്റൊരാൾ പൊതിച്ചോറാണെന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. പൗലോസിന് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. പൗലോസിന്റെ ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടാണ് അവൻ ദൈവവചനത്തിലുള്ള വെളിപ്പാടുകൾ ജനത്തിലേക്ക് പകർന്നു കൊടുത്തത്, അല്ലാതെ വേറൊരാളും വന്ന് പറഞ്ഞു കൊടുത്തിട്ടല്ല. അല്ലേ, അദ്ദേഹത്തിന്റെ കൂടെ അനന്യാസ് ഉണ്ടായിരുന്നു, ശീലാസ് ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും, അപ്പല്ലോസ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ടല്ലായിരുന്നു അപ്പോസ്തലൻ തന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പം അവർക്ക് എന്താണ്, ദൈവം അപ്പം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഭാഷാപരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബെന്തിക്കോസ് എന്ന സംഘടന എന്ന് എവിടം വരെ എത്തി എന്നുള്ളത് അവരെ തന്നെ ശോധന ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.